മനുഷ്യനെ കരയിപ്പിച്ച് കളഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പം എല്ലാവർക്കും എന്തൊക്കെ പരിപാടി? ഞാനിതാ രാവിലെ തന്നെ ഇവിടെ മുറ്റത്ത് നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴക്കാർ വരും. മഴക്കാർ വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, മഴ പെയ്യുന്നല്ലേ. പക്ഷേ ഈ മൂടി നിന്നിട്ട് ആ ചൂടും കൂടി സഹിക്കണ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. എന്തൊരു വെയിലാണ്, ഉഷ്ണമാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിച്ചിരിക്കുകയാണ്. വെറുതെ നിന്നിട്ട് ബോറടിക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇന്ന് മെയിനായിട്ട് കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം നമുക്ക് കുക്കിംഗ് ഫോക്കസ് പരിപാടികൾ ചെയ്യാം. നമ്മളെ ഈ ആരമോൾ ഇവിടെ കടന്ന് എന്തെല്ലക്കോ കളിക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല. എന്താ ഉറങ്ങാത്തത്? വേഗം ഉറങ്ങിക്കട്ടോ മോളെ. ഉറങ്ങൂല എന്നാ പറഞ്ഞത്. നമുക്ക് എസ്കേപ്പ് അവിടുന്ന് ഏറ്റവും അയ്യോ മണവാളനായി കുളിച്ചു മാറ്റി എങ്ങോട്ട് പോവാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ ഞാൻ ഇന്ന് എന്തെങ്കിലും കുക്ക് ചെയ്താലോ എന്നാലേ. വെരി ഗുഡ്. ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ കുക്കിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് പണ്ടൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ ലക്ഷ്മി കുഞ്ഞമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുക്ക് ചെയ്യണത് എനിക്ക് മാത്രം കുറച്ച് കുക്ക് ചെയ്യണം. അപ്പൊ ഹസ്ബൻഡിന് ഇല്ല? അപ്പൊ ഹസ്ബൻഡിന് തിന്നാൻ അനുവാദം ഇല്ല? ആ, അടിപൊളി. ഓക്കെ. എന്താ പറയാ, വെറുതെ ഇന്നെ കുറ്റം പറഞ്ഞ് തിന്നാൻ വിചാരിച്ചു. ഞാൻ നല്ല മീനൊക്കെ മേടിച്ചെടുത്ത് ഇപ്പൊ തിന്നാന്. ലെറ്റ്സ് ഗോ. നമ്മളുടെ ഈ ആരമോള ഡ്രസ്സാണ് കേട്ടത്. 1, 2, 3, 4 പഞ്ചുണ്ട്, പിങ്ക് ഉണ്ട്, പല കളറുള്ള ടവലുകളുണ്ട്, ഷെഡുകളുണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ അലക്കി ചിക്കിയതാണ്. കുറേ പുതിയ ഡ്രസ്സുകളൊക്കെ കിട്ടിങ്ങനെ എളാപ്പന്മാരുടെയും കുടുംബക്കാരെയും പിന്നെ ആങ്കിൾമാരുടെയൊക്കെ വക അതെല്ലാം അലക്കി ചിക്കി സെറ്റാക്കി വെച്ചതാണ്. എന്താ ചെയ്യുക, എന്താ വെച്ചാൽ പുതിയ കുട്ടികൾക്ക് പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ എപ്പോഴും വാഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കെമിക്കൽ വാഷാണെന്ന് ഫസിക്കാക്ക് പറഞ്ഞ്. ഇന്നലെ ഞാനൊരു ഡ്രസ്സ് വാഷ് ചെയ്യാതെ ഇട്ടപ്പോൾ വളരെയധികം സീനാക്കി ഫസിക്കാക്ക. അതുകൊണ്ട് വേഗം വാഷ് ചെയ്തു. ഇന്ന് 10 മണിന്റെ പലഹാരം എന്താ പറയാ, ഇന്ന് 10 മണിന്റെ ചോറാണ്. ഉള്ളിച്ചോർ ആൻഡ് ബീഫ് വരട്ടിയത്. അപ്പൊ ഗൈസ്, ഉള്ളിച്ചോറാണുള്ളത്. ഉള്ളി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. നല്ല നെയ്യൊക്കെ ഇട്ട ചോറ്. ബീഫ് തിന്നാല് തടി നന്നാവും. നമ്മളിങ്ങനെ തടിച്ചിട്ട് ഫാറ്റ് ആയിട്ട് കോഴി ചോണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനം ഞണ്ട് കറി. ഞാനുണ്ട് കേട്ടോ, ക്യാമറ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അത് കുറുക്കണം. ഇവക്ക് ഭയങ്കര എന്തൊക്കെയോ പോലെ ഇവിടെ വെറുതെ ഇരുന്നിട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ കുക്ക് ചെയ്തോട്ടെ, അപ്പൊ കുറച്ച് ടെൻഷനൊക്കെ മാറി കിട്ടല്ലോ. അതെ. അപ്പൊ ഞണ്ട് കറി. സിബന്റെ ഞണ്ട് കറി വേറെ ലെവലാണ് അല്ലേ ഇവ? ഞണ്ടൊക്കെ മുറിക്കാന് പഠിക്കണം ജീവിതത്തില്. എങ്ങനെയാണ്? അങ്ങനല്ല അങ്ങനെ അങ്ങോട്ട് പൊളിക്ക്. ആ എന്നിട്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്ക്. എന്നിട്ടാ മുറിക്ക. വസ്തു അറിയില്ല കാട് നല്ലോണം ഇങ്ങനെ കേക്ക് കൊടുക്കാം. ഒക്കെ പോക്ക അല്ലേ? അടിപൊളിയാണ് ഗൈസ്. ഇവിടെ എല്ലാവർക്കും ഇവയുടെ ഞണ്ട് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? അല്ല, ഫസിക്കാക്ക് ഞാൻ തിന്നിട്ടുള്ളൂ. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു, പിന്നെ ഡാഡിക്കും ഇഷ്ടമായി. പിന്നെ ഹിബ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒക്കെ അറിയാലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അത് നടുക്ക് ഇങ്ങനെ മുറിക്കണ്ടോ ഞാൻ. ഇതാണ് സ്വാദിഷ്ടമായ ഞണ്ട് കാക്ക. ഇത് ഞങ്ങളെ കാലാണ്. ഞങ്ങൾ ഡാൻസ് കളിക്കാന്. ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ ടൺ 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 ടൺ. ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ ടൺ 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 ടൺ. ഇനി അത് കുറയ്ക്കട്ടെ. അമേസിങ്. എന്താ നല്ല മണം ഞണ്ട്. ഈ നന്നാക്കുമ്പോൾ മണം ഉണ്ടല്ലോ വേറെ തന്നെ ലെവല. ഇത് പുറത്തെ കൺട്രീസിലൊക്കെ ഇത് ഇങ്ങനെ തന്നെ തിന്നു. ഇവ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ബോയിൽ ചെയ്ത് തിന്നു.
അങ്ങനെ എന്നാ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നാരങ്ങയും കുരുമുളകൊക്കെ ഇട്ടിട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ കാല് ഞാൻ മുറിച്ച് വികലാംഗൻ ഇതിന്റെ ഇത് കാണൂല. ഈ ഞണ്ടിന്റെ പൊളിക്കണ ഭാഗം ഏതാ? ഇവിടെ തന്നെ. ഏത് തൊള്ള പൊളിക്കുക, മനസ്സിലായോ? തൊള്ള ഏതാ ഇതിന്റെ? ഇവിടെ 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 പിടിച്ചു നോക്കിയേ. ഹിബ ഞണ്ടിനെ പൊളിക്കുന്നുണ്ട്. അല്ല ഹിബ പൊളിച്ചെടുക്കാണ്. ഹിബ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഞാൻ പൊളിച്ചെടുക്കാന്നൊക്കെ. അപ്പൊ ഞണ്ട പൊളിച്ചടിക്കൊണ്ടിരുന്നല്ലേ ഹിബ? അങ്ങനെയല്ല അങ്ങനെയല്ല, ഇവിടെ ഇവിടെ ഇത് ഇത് ഞാൻ വലിച്ചരാം. ഇങ്ങോട്ട് ഇത് പിടി. എന്തൊരു സാധനം അറിയില്ല. പല ടൈപ്പ് ഞണ്ടുണ്ട്. ഈ കളർ ഞണ്ട്, ഈ കളർ ഏതാ? ഏതൊരു കളർ ഉണ്ട്? ബ്ലാക്ക് കളർ ഞണ്ടാലും സുഖത്ത് കിട്ടും. ഈ കളർ ഭയങ്കര പാടാം. മൊസൈക്ക് ഡിസൈൻ ഒന്നും പാടുന്നില്ല. എടുക്ക്. കയ്യൊക്കെ വേദനയില്ലേ മനുഷ്യന്റെ? കയ്യൊക്കെ പൊട്ടി. എന്താ പ്രശ്നം? എന്നാ മറ്റേ അതുപോലെ എടുത്തന്നാണ് ഇത്. ഞാൻ നന്നാക്കിക്കോളാം. അപ്പൊ എന്റെ ട്രിക്ക് അത് ഇന്നെക്കൊണ്ട് കൈ നന്നാക്കിക്കോളാം ഞാന്. എനിക്ക് ആ തോട് പൊട്ടിക്കാൻ പാടാ, എന്റെ കൈകൊണ്ട് വയ്യ. നല്ല ഐഡിയ തന്നെ. എന്തൊരു ബുദ്ധി, അമ്മോ കാഞ്ഞ ബുദ്ധി. എന്താണ്ടാ മോനെ ഉള്ളിത്തൊന്നും പൊക്കിയില്ലേ? എല്ലാം നോക്കിയതാ. എന്ത് നോക്കാനുള്ള ഇറച്ചി വെക്കണം കുറച്ച്. വേണ്ടല്ലോ? വേണ്ട, മറ്റേ കൂടെ എടുത്താളെ. അപ്പൊ ഇതിന് ശാസ്ത്രീയമായ രീതിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ കണ്ണ് കാണുന്ന ഭാഗല്ലേ, അതാണ് വായ. അവിടെ എന്താക്കാം, ഇവിടെ കൈ ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പിടിക്കാം. എടുത്താ കണ്ട ജസ്റ്റ് കണ്ട എത്ര വേസ്റ്റ് പോകണുണ്ടോ? നിങ്ങൾ എന്താക്കാം, അത് കേക്കിക്കൊണ്ട് നിൽക്കാം. അപ്പൊ ഉള്ളിലൊക്കെ പോകും. കണ്ട എടുത്താ കാലം കൂടെ പൊട്ടിച്ചിടാം. ഒന്ന് പിന്നെ ഈ ഞണ്ട് തിന്നുമ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടി വെച്ചാൽ, ചിലർക്ക് ഞണ്ട് പറ്റില്ല, അത് അലർജിയൊക്കെ ആവും. അതേപോലെ തന്നെ ചെമ്മീന്, കൂന്തളൊക്കെ ചിലർക്കൊക്കെ അലർജിയാണ്, സ്കിന്നിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അതില്ലാത്തവരൊക്കെ തിന്നാം, അല്ലാത്തവർ തിന്നാതിരിക്കുക. വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയുണ്ട്, പച്ചമുളക് ഉണ്ട്, പിന്നെ ചെറിയുള്ളി ഉണ്ട്, ക്യാപ്സിക്കം വെറുതെ എടുത്താണ്, പിന്നെ തക്കാളി. ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ എന്താ ഉള്ളി അരിയാൻ വേണ്ടി പോവാണ്. ഉള്ളി അരിയാണ്. ഇത് ഈ ഉള്ളി സംഭവങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. വേറെ ടൈമിൻ്റെ പരിപാടിയൊന്നുമില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് തിളക്കണ കറിയാണ്. യെസ് ഗൈസ്, ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ എന്തൊരു എരിച്ചിലാണ്, മനുഷ്യനെ കരയിപ്പിച്ച് കളഞ്ഞു ഈ ഉള്ളി. സീനുള്ളി. ഈ ഉള്ളി മുറിക്കുമ്പോൾ കരയാതിരിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരൂ. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ചൂടായിട്ടൊന്നുമില്ല, വെള്ളം കുറച്ചുകൂടി വറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വരണ്ടതിന്. അപ്പോഴത്തേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിന്. ഇതിൽ ഉപ്പ് മാത്രമാണ് കേട്ടോ ഞാനിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതും കൂടി ഒന്ന് വേവിക്കുക. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി. ഇത് മഞ്ഞളാട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത്, പിന്നെ അടുത്ത കുരുമുളക് പൊടി. അത് അത്യാവശ്യത്തിന് നമ്മൾ എരിവിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിപ്പിച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന്
മസാലൻ്റെ ചുവ പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാല ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. സൂപ്പർ കറി ആയിട്ടുണ്ട്. അമേസിങ് അമേസിങ്. നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തകർക്കാം. ഈ നീര് ഇതിൽ ഒഴിച്ചിട്ട് ഇനി ഇത് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ ഈ ഞണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുക്കാവണം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ ഞണ്ടിക്കറി റെഡി. അപ്പം നമ്മുടെ ഞണ്ടുകുട്ടൻ ഇവിടെ റെഡി ആയി കേട്ടോ. കാണിച്ചു തരാം. ഓ എച്ചാതി തള തളിച്ചത്. അപ്പം സെറ്റാണ്. ഇനി ഫൈനൽ ലുക്കും കൂടി നമുക്ക് കാണാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഓഫാക്കുക. ഓക്കെ. അപ്പം നമ്മുടെ അടിപൊളി ഞണ്ട് കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഫസികാക്കും ഡാഡിക്കും മമ്മിക്കും എല്ലാവർക്കും ഞണ്ട് കറിയും ചോറും കൊടുക്കാം. എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം ഒന്ന് നോക്കാം. ബിക്കോസ് ഞാനല്ലേ ഉണ്ടാക്കിയത്. പറഞ്ഞു ചോറും ഞണ്ട് കറിയും വെച്ച് കൊടുക്കാം. മതി മതി. പപ്പടം ഉണ്ട്. ഇതൊന്ന് തിന്ന് നോക്കാം. ഞണ്ട് അതുപോലെ പപ്പടം. ഓ നല്ല ചൂടാണ്. നമുക്കൊന്ന് പിടി പിടിച്ച് നോക്കാം. പണ്ടത്തെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കറി വരുന്നുണ്ട്. ഇപ്പത്തെ വല്യമ്മയെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാ സാധനം. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ്. ബിക്കോസ് അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ വിചാരിക്കില്ല അത്രയും ടേസ്റ്റാണ്. ആ ഞണ്ടിൻ്റെ ആ സ്വാദ് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ സ്വാദ് വരുമ്പോൾ ഞണ്ട് ഇട്ടിട്ട് അതിൻ്റെ നീരിറങ്ങുമ്പോഴാണ് പൊളി കറിയാണ്. ഫസികാക്ക വി ലൈക്ക് ദിസ്. ഫസ്റ്റാക്ക കാർവാഷ് ചെയ്യാൻ പോയതാണ്. അപ്പം നമുക്ക് ഇതൊന്നും സെറ്റാണ്. അപ്പം എൻ്റെ നാത്തു വന്നാണ്. ഓള് ഈ കറി വെച്ചിട്ട് ഞാനിത് തള്ളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഓള് തരൂ. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കറി. ക്യൂട്ടനാത്തുൻ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞണ്ടിന്നാ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൊയല്ലേ. പോളി സാധനം അല്ലേ. അടിപൊളി പോളി സാധനം. ഞാൻ വേറെ ലെവലായി പോയി. ഇനി ഞാൻ അതൊക്കെ ഒന്ന് തിന്നട്ടെ. അപ്പോൾ ഇതാ ഫസ്റ്റാക്ക് ഞാൻ എൻ്റെ ഞണ്ട് കറിയും ചോറും കൊടുത്തിട്ടുണ്ട്. എന്താ എണീക്കാണോ? ഒന്ന് തൊഴുതേക്കാം. എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. കൈ കഴുകാൻ വേണ്ടി എണീറ്റ. അപ്പോൾ കുറച്ച് ഓവറാക്കി. വരും ഇവിടെ ഇരിക്കും. കഴിക്ക ചോറിടുക. ഓക്കെ ഒന്നാലിടാം. ഇപ്പോഴത്തെ കുക്കിംഗ് ഒരുപാട് കോൺഫിഡൻസ് ഹിമ കുക്ക് ചെയ്യണത്. ഓ ഞണ്ട് കറി സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ല ഓവർ ആവല്ലോ കേട്ടോ. തിന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. മോനെ കിണ്ടിനോ ഒരു രക്ഷയില്ല. അല്ലല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. തിന്നട്ടാ. ടേസ്റ്റാ. ശരിക്കും പണ്ടത്തെ നൊസ്റ്റാൾജി വന്നു. പണ്ട് വല്യമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അത് ഞാനും പറഞ്ഞു. എനിക്ക് തിന്നോണ്ട് തോന്നി. മോനുണ്ട് ഇപ്പൊ ഇനി ആളും സാറല്ലേ. എന്തിനാണ് ഉണ്ടാക്കിയത്? രസല്ലേ. ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയാ? അതല്ല വേറെയുണ്ട്. പിന്നെന്താ? സർപ്രൈസുകളൊക്കെ കിട്ടാൻ. എന്താ? ഓ ബർത്ത്ഡേ ആണല്ലേ വരാൻ പോണല്ലേ? അതെ സർപ്രൈസ് കിട്ടാൻ വേണ്ടിട്ട് ചെയ്യാ. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇരിക്കാണ്. കറിയൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചു പോയി. കാൽവേദനൊക്കെ ആവുന്നുണ്ട്. ഹിബ ഉണ്ടാക്കിയ കറി തിന്നിട്ട് എനിക്ക് ക്ഷീണായി. ബിക്കോസ് ഇനി ബാത്റൂമിലൊക്കെ പോകണം. ഫുള്ള് സീനാണ്. എന്താ ചെയ്യാല്ല ഹിബ. ഞണ്ട് കറിയും പിന്നെ ഹിബന്റെ കുക്കിങ്ങും എമ്മാരി കോംബോ ആണ്.
ബാത്റൂമിൽ ബെഡിട്ട് കിടക്കാം. അമ്മരി കോമ്പോ ആണ് അല്ലേ ഹിബ? പിന്നെ അതാ ആളോട് ഉറങ്ങാട്ടോ നൈസായിട്ട് അല്ലേ? നൈസ് ഉറക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് ഇതായിരുന്നത് വീഡിയോ. അപ്പൊ ഇതാണ് ട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഞെട്ടിക്കറി റെസിപ്പി ഫോളോ ചെയ്യാം. കിടിലൻ കറിയായിരുന്നു. വളരെ ആ കറി തീർന്നു പോയി. ചട്ടിയിൽ ഞെട്ടിരി കൂടി ബാക്കിയുള്ളൂ. ബാക്കിയുള്ള പൂച്ചക്ക് കൊടുത്ത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ഒക്കെ ചെയ്യാം അല്ലേ? എന്നിട്ട് നിരുത്സാഹപ്പെടുത്താം. അതെ, അപ്പൊ അധികം വർത്താനം പറഞ്ഞ അവസാനം വന്ന് അടിച്ചേർക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അടിച്ചു പൊളിക്കാം. വീഡിയോ തിരിച്ചു ബൈ ബൈ.